ദിലീപ് എന്നൊരു ഭക്തനും അതുപോലെ തന്നെ ജ്യോതിഷ എന്നൊരു ഭക്തയും രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട്. ദിലീപിന്റെ ചോദ്യം ആദ്യം പറയാം. സരിത നമസ്കാരം. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി നമസ്കരിക്കുക എന്ന് വെച്ചാൽ എന്താണ്, എങ്ങനെയാണ്, മറുപടി തരണേ. ജ്യോതിഷ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്, ഞാൻ അടുത്താണ് സരിതയുടെ വീഡിയോ കാണുന്നത്. ഇതിൽ 12 നമസ്കാരത്തെ പറ്റി പറയുന്നു, എന്താണ് എന്നൊന്ന് പറഞ്ഞു തരാമോ? ഗുരുവായൂരിൽ പോകുമ്പോൾ നമസ്കരിക്കാറുണ്ട്, കണ്ണനെ കുറിച്ച് കേൾക്കാൻ നല്ല ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരുടെയും ചോദ്യം ഒന്നായതുകൊണ്ട് ഒറ്റ മറുപടി പറയാം കേട്ടോ. 12 നമസ്കാരം എന്ന് പറയുന്നത്, നമസ്കരിക്കുക എന്ന് പറയുന്നത് സ്ത്രീകളാണെങ്കിൽ മുട്ടുകുത്തി നെറ്റിമുട്ടിച്ച് നമസ്കരിക്കുന്നതിനെയാണ് നമസ്കരിക്കുക എന്ന് പറയുന്നത്. അത് ശ്രീ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ, ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് അത്രേ നമസ്കരിക്കുന്നത്. നമസ്കരിക്കുന്ന ഒരു ഭക്തന്റെ മുമ്പിൽ ഭഗവാനെ തന്നെ സമർപ്പിക്കും എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. അതുകൊണ്ടാണ് നമസ്കാര പ്രിയനാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. ഈ ഉണ്ണികൃഷ്ണന്റെ മുമ്പിൽ 12 തവണ നമസ്കരിക്കുന്നതിനാണ് 12 നമസ്കാരം എന്ന് പറയുന്നത്. എന്താണ് 12ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാനാണ് 12 നമസ്കാരം എന്ന് പറഞ്ഞത്. ഒരു വ്യാഴവട്ടക്കാലം 12 എന്നുള്ള 12 വർഷം എന്നതിനെ അനുസ്മരിക്കുന്നു. 12 ദിവസത്തെ ഭജനത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് ഒരു 12 പ്രാവശ്യം ഒരു ദിവസം ശ്രീ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിങ്ങൾ നമസ്കരിച്ചോളൂ. നമസ്കരിച്ചാൽ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും സാധിക്കും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഏത് ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ് എന്ന് എടുത്തെടുത്ത് പറയാറുണ്ട്. അനുഭവം കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയാറുള്ളത്. ഇനി എങ്ങനെയാണ് 12 നാമങ്ങൾ, ഏത് നാമങ്ങൾ ചൊല്ലിയാണ് നമസ്കരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ള നാമങ്ങൾ ചൊല്ലി നമസ്കരിക്കാം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നമസ്കരിക്കാം. അതിൽ ഞാനൊരു കണക്ക് എന്ന രീതിയിൽ 12 എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. 12 തന്നെ വേണമെന്നില്ല, 12-ലധികമായാലും ഒട്ടും കുഴപ്പമില്ല കേട്ടോ. എത്ര നമസ്കരിക്കുന്നോ അത്രയും ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.